ഹിസ്ബുള്ള ഭീകര നേതാവ് ഹസൻ നസ്രള്ളയെ വധിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ട ഇസ്രായേൽ പ്രതിരോധ സേന. ഹസൻ നസ്രള്ളയുടെ ശവസംസ്കാര ചടങ്ങുകൾ ലെബനനിലെ ബെയ്റൂട്ടിൽ നടക്കുന്ന സമയത്ത് തന്നെയാണ് പശ്ചിമേഷ്യയെ 3 പതിറ്റാണ്ടുകൾ തീവ്രവാദത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളി വീഴ്ത്തിയ ഹസൻ നസ്രള്ളയെ ഇല്ലാതാക്കിയ ദൃശ്യങ്ങൾ ഇസ്രായേൽ പരസ്യമാക്കിയത്. 2024 സെപ്റ്റംബർ 27 മുൻ ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രള്ള കൊല്ലപ്പെട്ടത്. ഇസ്രായേൽ എയർഫോഴ്സിന്റെ F-151 എന്ന ഫൈറ്റർ ജെറ്റാണ് ആക്രമണം നടത്തിയത്. ബെയ്റൂട്ടിന്റെ ഹൃദയഭാഗത്തുള്ള ഹിസ്ബുള്ളയുടെ ഭൂഗർഭ ആസ്ഥാനത്ത് 100ഓളം ഉഗ്രശേഷിയുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകളാണ് ഇസ്രായേൽ വർഷിച്ചത്. അതോടെ ഹിസ്ബുള്ളയ്ക്ക് നഷ്ടപ്പെട്ടത് 32 വർഷമായി തീവ്രവാദ ഗ്രൂപ്പിനെ നയിച്ച ഹസൻ നസ്രള്ളയെയും കൂടെ ഒരു പിടി ഭീകരന്മാരെയുമായിരുന്നു. ഹിസ്ബുള്ളയുടെ സൈനിക മേധാവിയും സദേൺ ഫ്രണ്ടിന്റെ കമാൻഡറുമായിരുന്ന അലി കരാക്കിയും നസ്രള്ളയ്ക്കൊപ്പം കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. ആക്രമണം നടത്തിയത് ഒരു ദശാബ്ദ കാലമായി ഇസ്രായേൽ പ്രതിരോധ സേനയും ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദും ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു. രക്ഷപ്പെടാനുള്ള പഴുതുകളും അടച്ച ആക്രമണമായിരുന്നു IDF ആസൂത്രണം ചെയ്തത്. ഹസൻ നസ്രള്ള ഉണ്ടായിരുന്ന രഹസ്യ ഭൂഗർഭ കമാൻഡർ സെന്റർ ഒരു വീടിന്റെ താഴെയാണ് നിർമ്മിച്ചിരുന്നത്. ആക്രമണം നടത്തുന്ന സമയത്ത് ഹസൻ നസ്രള്ളയെയും ഹിസ്ബുള്ളയുടെ ഉന്നത കമാൻഡർമാരും ഇസ്രായേലിനെതിരായ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ഒത്തുകൂടിയതായിരുന്നു. നസ്രള്ളയുടെ നേതൃത്വത്തിലുള്ള 32 വർഷങ്ങൾ ഇസ്രായേലിനെതിരെ ഇടതടവില്ലാതെയുള്ള ആക്രമണങ്ങളാണ് നടത്തി വന്നിരുന്നത്. പ്രത്യേകിച്ച് 2023 ഒക്ടോബർ 7 ഹമാസ് ഭീകര ആക്രമണത്തിന് ശേഷം ഒക്ടോബർ 9 മുതൽ ഇസ്രായേലിലേക്ക് വലിയ ആക്രമണങ്ങളാണ് നടത്തിയത്. ഇസ്രായേലിന് നേരെ മിസൈലുകൾ, ടാങ്ക് വിരുദ്ധ മിസൈലുകൾ, ഡ്രോണുകൾ എന്നിവ ഉപയോഗിച്ചുള്ള ആയിരക്കണക്കിന് ആക്രമണങ്ങൾക്ക് നസ്രള്ള ഉത്തരവിട്ടിരുന്നു. ആ നസ്രള്ളയുടെ ശവസംസ്കാരം കഴിഞ്ഞ ദിവസമാണ് ലെബനനിലെ ബെയ്റൂട്ടിൽ നടന്നത്. ആയിരങ്ങൾ പങ്കെടുത്ത ചടങ്ങുകൾക്കിടയിലേക്ക് ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ പറന്നത് ചെറിയ ആശങ്കയൊന്നുമല്ല ഹിസ്ബുള്ള ഭീകരർക്കിടയിൽ സൃഷ്ടിച്ചത്. അതിനുശേഷമാണ് നസ്രള്ളയെ വധിക്കുന്ന ദൃശ്യങ്ങൾ ഇസ്രായേൽ സേന പുറത്തുവിട്ടത്. ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കാന ന്യൂസ്.